തിരുവനന്തപുരം നെടുമങ്ങാട് കാപ്പ നിയമം ലംഘിച്ചയാൾ അറസ്റ്റിലായത് തെക്കുംകര സ്വദേശി വിനോദ്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, മോഷണം, വധശ്രമം എന്നീ കേസുകളിലെ പ്രതി. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശി പിടിയിലായത് 24 വയസ്സുകാരനായ ജഹീറുൽ ഇസ്ലാം. പ്രതിയിൽ നിന്നും പിടികൂടിയത് 1.5 ഗ്രാം ബ്രൗൺ ഷുഗർ. നെടുമ്പാശ്ശേരിയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് 90,000 രൂപയുടെ വിദേശ സിഗരറ്റുകളും പുകയില ഉൽപ്പന്നങ്ങളും. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കൊല്ലം പോരുവഴിയിലെ വീട്ടിൽ മോഷണം നടന്നതായി പരാതി. മോഷണം നടന്നത് ഇന്നു പുലർച്ചെ വടക്കേ മുറിയിലെ ശ്രീജിത്തിന്റെ വീട്ടിൽ. സംഭവത്തിൽ കേസെടുത്ത് ശൂരനാട് പോലീസ്. കൃഷ്ണവിഗ്രഹം മോഷ്ടിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. RDX സിനിമ നിർമ്മാതാക്കൾക്കെതിരെ പരാതി നൽകിയത് തൃപ്പൂണിത്തുറ സ്വദേശി. 6 കോടി നൽകിയിട്ടും ലാഭവിഹിതം നൽകിയില്ലെന്നും വ്യാജരേഖയുണ്ടാക്കി ചെലവ് പെരുപ്പിച്ച് കാണിച്ചെന്നുമാണ് ആരോപണം. വൈദ്യുതാപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് മൺസൂൺ കാലത്ത് വൈദ്യുതാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. തൃശൂർ കാഞ്ഞാണി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ GLPS സ്കൂളിൽ ഗ്ലോബൽ സർവീസ് പ്രൊജക്ട് പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് സുരേഷ് കൊട്ടാരത്തും നിലവിലെ പ്രസിഡന്റ് മോഹൻലാലും ചേർന്ന് നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി കറിവേപ്പില തൈ, ചൈൽഡ് ക്യാൻസർ പ്രൊജക്ടിന്റെ ഭാഗമായി പ്രോട്ടീൻ കിറ്റ് തുടങ്ങിയവ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള MLA അവാർഡ് വിതരണം ചെയ്തു. ചടങ്ങ് മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം തടഞ്ഞ കബാലി കാടുകയറി. രാവിലെ 7 മണി മുതൽ നിലയുറപ്പിച്ച കബാലി 10 മണിയോടെയാണ് കാടുകയറിയത്. ആലപ്പുഴ തഴക്കര BJP ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. മുട്ടത്തുതറ റെയിൽവേ ഓവർബ്രിഡ്ജ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ശാശ്വതികാനന്ദ സ്വാമികളുടെ 22ാമത് സമാധി വാർഷികം ആചരിച്ചു. തിരുവനന്തപുരം ശിവഗിരി യുവജനവേദിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു.